ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. സന്തോഷത്തോടെ വന്ന് കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കർപ്പിടുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയോഗ്യനായ സ്വർഗ്ഗപിതാവേ, പരിശുദ്ധമായ ദൈവമേ, അനുഗ്രഹിച്ച പുതുവിവാഹത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം കണ്ണിന്റെ വിഷുപോലെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതിനായി നന്ദി പറയുന്നു. വന്നതും പറയുന്ന ആപക്കാലത്തും രോഗദുഃഖങ്ങളിലും പ്രയാസങ്ങൾ ഞങ്ങൾ വിവരിച്ച് അയക്കും ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുവിശേഷണത്തെ കടന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആത്മാവായിരിക്കും ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാഴ്ച നമസ്കരിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ആവശ്യമെല്ലാം ദൈവത്തോടെ ഞങ്ങൾക്ക് തരണമേ. ശുശ്രൂഷ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ചെറിയത് പോലെ നടത്തണമേ, മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവനാമകത്വത്തിനായി കീർത്തനം 21 കീർത്തനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യഹോവ അല്ലാതെ സർവേശൻ മറ്റുണ്ടോ? രാജാക്കന്മാരും തന്നോടെ കൈക്കീഴിലല്ലയോ? താൻ തന്നെ സൃഷ്ടാവ്, തൻ വാക്കുമൂലമാ ത്രിലോകത്തുള്ള സർവവും തൽക്ഷണമുണ്ടായി. താൻ നല്ലിടയനായി തൻ കൂട്ടം കാക്കുന്നു. തൻ ജനം മുട്ടില്ലാത്തോരാൾ സമീപെ പാർക്കുന്നു. നാം ഈ യഹോവയെ കൊണ്ടാടി സ്തുതിക്കാം. തിരുസഭയതിൻ മധ്യേ താഴ്മയിൽ വന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായി തിരുത്തുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാക്കട്ടെ. ഇദ്ദേഹമുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാക്കട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെയുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മാത്രം പറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാണ് കർത്താവ്.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്തോത്രങ്ങൾ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സമയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം സത്യയോട് കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാവസ്വീകാരം. നമുക്ക് പാവമില്ല എന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാവങ്ങളെ നാം ഏറ്റുപറയുന്നെങ്കിൽ അവർ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിനും ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമുക്ക് തന്നെ ശോധന ചെയ്യാം. നമുക്ക് ആയുസ് എന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ ഈ ആത്മാവ് ദൈവക്കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവം ചെയ്ത സകല നമ്മൾ ഓർത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നന്ദി പറഞ്ഞു ദൈവസഭയിൽ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനങ്ങളിലും അറിഞ്ഞും അറിയാതെയും വന്നുപോയി എല്ലാ തെറ്റുകുറ്റങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവവുമായിട്ടുള്ള ആത്മക്കായും ബന്ധത്തിൽ വന്നുപോയ ബലഹീനതകളെ നമുക്ക് ഓർക്കാം. അതിന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്ന സുഖം വരുന്നില്ല. അതിനെ ഏറ്റുപറഞ്ഞ് വീട്ടിൽ കർമ്മ ലഭിക്കും. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാവം കൂട്ടി നമ്മൾ ശുദ്ധീകരിക്കും. നമുക്ക് വലിയമായി നമ്മുടെ പാവങ്ങളെ രണ്ടാമത്തെ ഭാവം സ്വീകാരത്തില്ല ഒരുമിച്ച് പറയാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണതയോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങൾക്ക് തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങളുടെ പാപങ്ങളെ നിങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനും കരുണകളുമായ കർത്താവ് പാവങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് കോവിഡ്-19 സാഹചര്യത്തിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷ നടത്തുവാൻ ദൈവം കൃപ ചെയ്യാൻ ഓർത്ത് നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലെ പങ്കാളികളായിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളിലൂടെ ഇത് കാണുകയും ഈ കൂട്ടായ്മയിൽ പങ്കുചേരുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ. ഇന്നത്തെ വിഷയം ജൂൺ 13 ഞായർ, പെന്തക്കോസ്ത് വിമ്പു 3 ഞായർ, പരിസ്ഥിതി ഞായർ. സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. പാഠഭാഗങ്ങളായി സന്ദർശവാക്യം 8, 22, 31, സങ്കീർത്തനം 19, വെളിപ്പാട് 21, 1 മുതൽ 8, ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. അതില് പഴയ നിയമം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. സങ്കീർത്തനം 19.
ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിന്റെ അളവുനൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്ത് നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവുമാകുന്നു. അതിന്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോഭക്തി നിർബലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അയറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. രണ്ടാം പാഠം. യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് 21 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 21 1 മുതൽ 7 വരെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായി ഇരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്ത്യവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ പാഠം അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8 അധ്യായം 22 മുതൽ 25 വരെ ദൈവത്തിന്റെ വചനം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8 അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനം കേൾപ്പിൻ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിന്റെ അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞ് അവർ പ്രാണഭയത്തിലായി. അടുക്കൽ ചെന്നു, നാദാ നാദാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ട്, ഇവൻ ആർ?
അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്നു തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. നാം കേട്ടത് ദൈവത്തിനായ യേശു ക്രിസ്തുവിന്റെ തിരുവചനം ആകുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 27 കീർത്തനം പാടി വചന ശുശ്രൂഷയ്ക്കായി നമുക്കൊരു കീർത്തനം 27. യേശുവേ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടമാനസൻ, ഏറ്റവും ആനന്ദമവൻ, എത്ര മനോഹരൻ. പ്രിയമേറുന്ന നാമമേ ഈയുലകിൽ വന്നു, സ്വന്ത രക്തം മതാലെന്നെ വീണ്ടരുമാനാഥൻ. സൗരഭ്യമുള്ള നാമമേ പാരിൻ ദുഃഖങ്ങളിൽ ആശ്വാസമേകുന്ന നാമം, വിശ്വാസിക്കപ്പോഴും. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സർവസൃഷ്ടിയുടെയും കാരണമായിട്ട് സ്തുതിതാവേ, അവിടെ ഞങ്ങളെ സൃഷ്ടിച്ച് പാലിച്ചതിനായി സ്തുതിക്കുന്നു. ഇപ്പോഴും ആയുസ്സുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി കഴിഞ്ഞിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പരിശുദ്ധ ആചരിക്കുന്ന ഈ ദിവസം ഞങ്ങൾക്ക് തിരുവചനം വായിക്കുവാനും ആരാധിക്കാനും സ്തുതിക്കാനും സർവസൃഷ്ടിയോടും ചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തിരുവചനം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ വചനം വായിച്ചു കേൾക്കാനും ധ്യാനിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം. അല്പസമയം വചനം ധ്യാനിക്കുന്നു. ഇന്ന് ഞങ്ങൾ എല്ലാവർക്കും ആവശ്യമായ ദൂത് നൽകി ഞങ്ങളെല്ലാവരെയും ധന്യരവാക്കണം. വചനം സംസാരിക്കുന്ന അടിയനും കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒന്നുപോലെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനുമായ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും ആത്മീയങ്ങളിലൂടെയും അല്ലാതെയും പങ്കാളികളായിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവമക്കൾ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും. ചില ഭാഗഭാഗങ്ങൾ വേദഭാഗങ്ങൾ നാം വായിച്ചു. സങ്കീർത്തനം 19:1-2 ഇങ്ങനെ: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. പകൽ പകലിന് വാക്കുകൊളിക്കും, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കും. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കും, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. പകൽ പകലിന് വാക്കുപൊഴിക്കും, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. നമുക്കറിയാം, ദൈവം തന്റെ ജ്ഞാനം കൊണ്ട് സകലവും സൃഷ്ടിച്ചു എന്നാണ് നാം സദൃശവാക്യം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവം സർവ്വജ്ഞാനിയാണ്. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ആളുകളിൽ സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറയുന്നത്, പിതാവായ ദൈവം സൃഷ്ടിച്ചപ്പോൾ പുത്രനായ ദൈവം വചനമായി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് വെള്ളത്തിലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ദൈവം ഒരുമിച്ച് സൃഷ്ടി നടത്തി. എന്നാൽ സൃഷ്ടിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിനൊന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് സകല സൃഷ്ടിയുടെ മേലും ദൈവത്തിന് അധികാരമുണ്ട് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയാണ് ദൈവത്തിനായ യേശു ക്രിസ്തു തന്റെ പടക യാത്രയിൽ ഇത് വെളിപ്പെടുത്തുന്നത്. അത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ കാണുന്നത് അത് കാണും. അതായത് കർത്താവായ തന്റെ ശിഷ്യനോട് പറയുന്നു, തടാകത്തിന്റെ അക്കരയ്ക്ക് പോകാം. അവർ പടക് കൊണ്ടുപോയി അക്കരയ്ക്കുള്ള യാത്ര തുടങ്ങി. എന്നാൽ ക്ഷീണിതരായിരുന്ന കർത്താവ് പടകിൽ
തലചായ്ച്ച് ഉറങ്ങുന്നതായിട്ട് നാം അറിയുന്നു. എന്നാൽ പടക് മുമ്പോട്ട് പോയപ്പോൾ അതിൽ വെള്ളം നിറഞ്ഞിട്ട് ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്താൽ ഭയഭീതരായി തീരുകയാണ്. പെട്ടെന്ന് ഒരു ചുഴലിക്കാറ്റ് വന്നു, തിരമാലകൾ വന്നു, പടകിൽ വെള്ളം നിറച്ചു. ശിഷ്യന്മാർ പ്രാണഭയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. യേശു അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ പോയി അവനെ വിളിക്കുകയാണ്, ഉണർത്തുകയാണ്. നാദാ, നാദാ, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. നാദാ, നാദാ, ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റു, കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. അവൻ അത് ശാസിച്ചു, അവ അമർന്നു, അവിടെ ശാന്തത ഉണ്ടായി. അവിടെ പറഞ്ഞത് കാറ്റിന്റെ കോപത്തെ അവൻ അങ്ങ് ശാസിച്ചു എന്നാണ്. ശാസിച്ചപ്പോൾ ശാന്തത ഉണ്ടായി. അപ്പോ ശിഷ്യന്മാർ തമ്മിൽ പറയാണ്, ഇവൻ ആരാ? അവൻ കാറ്റോടും വെള്ളത്തോടും കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഭയപ്പെട്ടു. ഇവൻ ആരാണ്? തന്റെ കർത്താവിനെ കുറിച്ച് അവർ അറിഞ്ഞില്ല. അവർ വിചാരിച്ചത് ഒരു ഗുരുവാണ്, ഒരു നസറേത്തിലെ മറിയയുടെ മകനാണെന്നൊക്കെ അവർ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് അവന്റെ ദൈവത്വത്തെ കാറ്റിനോടും മലയോടും വെള്ളത്തോടും കൂടെ കൽപ്പിക്കുന്നു, അതിന്റെ കോപത്തെ നിർത്തുന്നു. അങ്ങനെ പറഞ്ഞാൽ ദൈവം അവരെ വെളിപ്പെടുത്തിയത്, ഞാനാണ് ഇതിന്റെ സൃഷ്ടിതാവ്. ദൈവം കൽപ്പിച്ചാൽ കാറ്റ് ശാന്തമാക്കും, ദൈവം കൽപ്പിച്ചാൽ കടലലകൾ ശാന്തമാക്കും, അവിടെ ശാന്തത ഉണ്ടാകും. ഇന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രകൃതി പോലും ദൈവത്തെ അനുസരിക്കുന്നു. കാരണം അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നാം സൃഷ്ടിയെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചു. 30 ദിവസത്തിൽ നമ്മുടെ 1ാമത്തെ സൃഷ്ടിയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം ഉണ്ടാക്കിയതിനൊക്കെയും നോക്കി അത് എത്രയും നല്ലത് എന്ന് ദൈവം കണ്ടു. ഈ ഭൂലോകത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം എല്ലാം നന്നായിട്ട് സൃഷ്ടിച്ചു. അവർ പറഞ്ഞു, ദൈവത്തിന്റെ സൃഷ്ടിയുടെ ദൗത്യം എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുക. മനുഷ്യന്റെ ദൈവത്തിന്റെ സൃഷ്ടിയായ ദൈവമക്കളുടെ ദൗത്യം എന്താണ്? ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 30 ദിവസം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നവൻ നന്നായി സൃഷ്ടിച്ച ആ സൃഷ്ടിയെ പാലിക്കുവാൻ വേണ്ടി, സൂക്ഷിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടി എന്താണ്? യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദെൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും, വേല ചെയ്യുവാനും അതിനെ സൂക്ഷിപ്പാനും അവിടെ ആക്കി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനെ വേല ചെയ്ത് സൂക്ഷിക്കുക, അതായത് ദൈവം തന്റെ സൃഷ്ടിയെ സൂക്ഷിക്കുവാൻ, അതിന്റെ മനോഹരമായ പരിസ്ഥിതിയെ നശിച്ചു പോകാതെ സൂക്ഷിക്കുവാൻ മനുഷ്യന് ദൗത്യം കൊടുത്തു. 30 ദിവസം 1-ാം അധ്യായം 27 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം, സൃഷ്ടിച്ചതെല്ലാം ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുന്നു, അവന്റെ കാൽക്കൽ ആക്കുന്നു, അവന്റെ കാൽ കീഴാക്കി എല്ലാറ്റിന്മേലുള്ള അധികാരം അവനോട്. അതായത് നേച്ചർ ഈസ് ദ പ്രീസിയസ് ഗിഫ്റ്റ് ഓഫ് ഗാഡ്. മനുഷ്യർക്ക് ദൈവം നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് പ്രകൃതി, ഒരു ഗിഫ്റ്റാണ് എന്ന് ഒരിക്കലും മറക്കരുത്. ദൈവത്തിന്റെ വിലയേറിയ ദാനമാണ് അത്, ദൈവത്തിന്റെ കൈപ്പണിയാണ്. ദൈവം അതിനെ സമാധാനത്തിനും ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അതായത് സൃഷ്ടികൾ തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി, ഐക്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടിയാണ് ദൈവം അതിനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രകൃതിയെ ദൈവം മനുഷ്യരുടെ നന്മയ്ക്കായി സൃഷ്ടിച്ചു. അതിലാണ് പ്രകൃതിയുടെ നമ്മളിത് കാണുന്ന പോലെ സാധാരണ എന്നുകൊണ്ട് ഈ നാള് വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് മരം നടുകയാണ്. പരിസ്ഥിതി അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടി കാട് വെട്ടുവഴിവൻ മരം നട്ട് താമസിക്കും. പ്രകൃതിയെ അതിന്റെ സ്ഥിതിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രകൃതിയെ ദൈവം മനുഷ്യരുടെ നന്മയ്ക്കായി സൃഷ്ടിച്ചു. മരം മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നതാണ്, നല്ല വായു നമുക്ക് തരുന്നതാണ്, നല്ല ഫലം തരുന്നതാണ്. നമ്മുടെ ജാലങ്ങളുടെയും പറവകളുടെയും ജീവജന്തുക്കളുടെയും വ്യാധികളുടെയും നിലനിൽപ്പിനായി, നന്മയ്ക്കായി തന്നെ അവ നിലനിൽക്കുന്നു. അതുകൊണ്ട് മരവും സസ്യങ്ങളും ഒക്കെയും ദൈവം നമുക്ക് തന്നു. അവിടെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഫലം എടുക്കുവാനാണ് ദൈവം അവനെ ആക്കി എന്ന് നമുക്കറിയാം. വികസനത്തിന്റെ പേരിൽ നാം ഇന്ന് പ്രകൃതിയുടെ മനോഹരത്വത്തെ
നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വികസനത്തിന്റെ പേര്. എന്ന് പറഞ്ഞാൽ വികസനം നമുക്ക് ആവശ്യമാണ്. ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനം ആവശ്യമാണ്. കുറച്ച് ഭൂമിയുള്ള സ്ഥലത്ത് അവിടെയുള്ള മരം വെട്ടാതെ ഭവനം വയ്ക്കാൻ പറ്റില്ല, ആവശ്യമാണ്. ചിലപ്പോൾ നമുക്ക് അത് അത്യാവശ്യമാണ്. ആവശ്യത്തിന് സ്ഥലം ഉപയോഗിച്ച് പറ്റുള്ളൂ. നമുക്കറിയാം, വഴിയോരങ്ങൾ പാതയിൽ നിൽക്കുന്ന മരങ്ങൾ പെടർന്ന് വീഴുന്നതുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളുണ്ടാകും, എന്തെല്ലാം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും നമുക്കറിയാം. അതുപോലെ തന്നെ റോഡിന്റെ നടുക്ക് നിൽക്കുന്ന ചില മരങ്ങളുണ്ട്. അത് വഴിപാതയിൽ അരികിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കുക. റോഡിന്റെ നടുക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുക. നമുക്കറിയാം, ഇന്ന് അതാരും ചെയ്യാറില്ല. ആവശ്യമുള്ള ഫർണിച്ചർ വേണമെങ്കിൽ അദ്ദേഹം മരം മുറിക്കുന്നതിൽ തെറ്റില്ല. അത് നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നത്. എന്നാൽ മുറിക്കുന്നത് പോലെ വീണ്ടും മരങ്ങൾ നട്ട് വളർത്തേണ്ടതും കാടിന്റെ അത് പരിസ്ഥിതി സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടപ്പാണ്. മരങ്ങൾ നട്ട് വളർത്തണം. മരങ്ങൾ മുറിച്ച ആവശ്യത്തിന് മുറിക്കുമ്പോൾ നട്ട് വളർത്തണം. ഇത് നമുക്കറിയാം, കാട് വെട്ടി കൊള്ളയടിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഈ ദിവസങ്ങളിലൊക്കെ ടിവിയിലും പേപ്പറിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, കാട് വെട്ടി വെടിപ്പാക്കുന്നത് അറിയാം. നല്ല നല്ല മരങ്ങളും എല്ലാം ഫോറസ്റ്റ് ദൈവം നൽകിയ നല്ല പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് പല ഇനം മരങ്ങൾ ഇന്ന് ലോകത്തിലില്ല. നല്ല മരങ്ങളെല്ലാം നശിച്ചു പോകുന്നു. നല്ല മരങ്ങളൊന്നും കാട്ടിലില്ല, വളർത്തും. നമുക്കറിയാം, ഈ ഇടയ്ക്കൊരു നമ്മുടെ പള്ളിയിൽ തന്നെ ഒരു സംഭവം നടന്ന് നമുക്കറിയാം. കാട്ടിൽ എത്രയോ പഴക്കമുള്ള അത് കാട്ടുമരമാണ്, ഫർണിച്ചർ ഉപയോഗിക്കാൻ കൊടുക്കുന്നതല്ല. ആ മരം മൂത്തുപോയി പെടർന്ന് വീണു നമ്മുടെ ഒരു സഹോദരി മരിച്ചു. കാരണം അങ്ങനെയുള്ള പാഴ്മരങ്ങളെ, നശിച്ചു പോകുന്ന മരങ്ങളെ വെട്ടിമാറ്റേണ്ടത് ആവശ്യമാണ്. എന്നാൽ നല്ല മരങ്ങളെ വെട്ടിമാറ്റേണ്ട ആവശ്യമല്ല, കാട്ടിന്റെ നന്മയ്ക്ക് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന് കാരണം മനുഷ്യൻ അതിർവിട്ട് കാട് കയറി മൃഗങ്ങൾ കാട്ടിലേക്ക് വന്നു. മനുഷ്യൻ അതിർവിട്ട് കാട്ടിലേക്ക് കയറിയപ്പോൾ മൃഗങ്ങൾ നാട്ടിലേക്ക് വന്നു. മനുഷ്യരുടെ വാസസ്ഥലത്തെ മൃഗങ്ങൾ അങ്ങ് കൈവശമാക്കി. കാരണം കാടുകളെ മനുഷ്യൻ കൈവശമാക്കി കഴിഞ്ഞു. കാലാവസ്ഥ മാറ്റങ്ങൾ, കൊടുങ്കാറ്റ്, പെരുമഴ ഉണ്ടാകാൻ കാരണം നമ്മുടെ രാജ്യത്തിൽ കാടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമാസൻ കാടുകൾ എത്രയോ വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ അവസ്ഥയെ, അത് പരിസ്ഥിതിയെ പൂർണ്ണമായി ലോകത്തിന്റെ തന്നെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നാം കാണുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്സ് ക്രിയേഷൻ എ യൂണിവേഴ്സൽ റെസ്പോൺസിബിലിറ്റിയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ സർവ ലോകത്തിന്റെയും ഉത്തരവാദിത്വമാണ്. അത് നാം നിറവേറ്റണം. നദിയിലൂടെ നമുക്ക് ദൈവത്തെ, അതിലൂടെ അത് നിറവേറ്റുന്നതിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാടുകളുണ്ടെങ്കിൽ ശുദ്ധജലം ലഭിക്കും, നമ്മുടെ മണ്ണിൽ ഏൽപ്പു നിൽക്കും, നമുക്ക് നല്ല നല്ല കാലാവസ്ഥ ലഭിക്കും. കൊടുങ്കാറ്റും ഇപ്പോൾ ഉണ്ടാകുന്ന കാറ്റ്, അതുപോലെ പേമാരി, ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുമായിരുന്നു. യെഹെസ്കേലിന്റെ പ്രവാചകൻ പറയുന്ന ചില വാക്കുകളൊക്കെ യെഹെസ്കേൽ 47-ാം അധ്യായത്തിൽ അറിയുന്നു. അതിന് ദർശനത്തിൽ കാണുകയാണ്, നദീതീരത്ത് ഇക്കരയ്ക്കും അക്കരയ്ക്കും അനവധി വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു. നദീതീരത്ത് നല്ല നദികളുണ്ടെങ്കിൽ, വെള്ളവെട്ടമുണ്ടെങ്കിൽ ഇക്കരയ്ക്കും അക്കരയ്ക്കും നല്ല വൃക്ഷങ്ങൾ നമുക്ക് കാണാം. നദി ചെന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരുന്നു. നദി ഇവിടെല്ലാം ചലിക്കുന്ന സകല പ്രാണികളും വെള്ളമുള്ള ഇടത്തായിരുന്നു. അവിടെ നല്ല മരങ്ങളുണ്ടായിരുന്നു, ഫലമുള്ള മരങ്ങൾ. തുടർന്ന് വായിക്കുന്നു 47-12 വാക്യത്തിൽ, ഇസൈക്കേൽ 47:12, നദീതീരത്ത് ഇക്കരയും അക്കരയും തിൻകാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിൻപാനും അവയുടെ ഇല ചികിത്സയ്ക്കും അവിടെ ഫലം മനുഷ്യർക്ക് തിൻപാനും അവിടെ ചികിത്സയ്ക്കും ഉതകുന്നതാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കും മരത്തിലെ ഫലം പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിനും ജീവിതത്തിനും ആവശ്യമുള്ളത് നമ്മുടെ മരങ്ങളും സസ്യങ്ങളും എന്നുള്ള കാര്യം മറക്കരുത്. അതിനെ സൂക്ഷിക്കേണ്ട നമ്മുടെ കടപ്പാടാണ്. 1-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കിതാണ്, തന്റെ ആത്മീയ ജീവിതത്തെ
ഒരു മരത്തോട് പ്രകൃതിയോട് സമത്തിൽ പറയുകയാണ്. 1 സങ്കീർത്തനം 2-3 വാക്യം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചു, അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിനരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലമാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതായത് ഫലം കൊടുക്കുന്ന അനുഭവമാണ് ദൈവം നമ്മുടെ കാണുന്നത്. നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റുമ്പോൾ ഫലം കൊടുക്കുന്നവരായിട്ട് തീരും. ഫലമാണ് ദൈവം നമ്മുടെ ആഗ്രഹിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടും. സർവസൃഷ്ടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:8 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. ഫലം കൊടുക്കുന്ന ഒരു മുന്തിരിവള്ളിയോടുകൂടിയാണ്, മുന്തിരിച്ചെടിയോടുകൂടിയാണ് ഇത് ഓമിച്ചിരിക്കുന്നത്. നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവെന്ന മുന്തിരിവള്ളിയിൽ ചേർന്ന് നിന്ന് ഫലം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. നാം ദൈവത്തിന്റെ സാക്ഷിയായി മാറും. ഒരു വീട്, നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, ഒരു വീട്ടിന് ഒരു മരം എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഒരു മരം. ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ പറമ്പുകൾ ചുവടെ കിടക്കണം. അവിടെ ഒരു വ്യക്തിക്ക് ഒരു മരം നടണം എന്നുള്ള ദൗത്യം നാം നിറവേറ്റേണ്ടതാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുവാനായിട്ടല്ല, സൃഷ്ടിയുടെ സംരക്ഷയ്ക്ക് വേണ്ടി അതിനെ പണിയുന്നവരായിട്ട് തീരും. നശിപ്പിക്കുന്നവരായിട്ടല്ല, അതിനെ പണിയുന്നവരായിട്ട് തീരും. സൃഷ്ടിയുടെ ഭാഗമായ നാം സർവസൃഷ്ടിയോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാമും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, എന്നാൽ സൃഷ്ടിയുടെ മഹത്വമാണ്, സൃഷ്ടിയുടെ മകുടമാണ്. നാമും ആ സർവസൃഷ്ടിയോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിനുള്ള മഹത്വം നാം ദൈവത്തിന് തന്നെ കൊടുക്കണം. അത് നാം എടുക്കരുത്, അത് നാം നശിപ്പിക്കരുത്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചപ്പോൾ കണ്ടു, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്യുന്നു. ഇതാ ഞാൻ സകലവും പുതിയതാക്കുന്നു. നമുക്ക് ആ പുതിയ സൃഷ്ടിപ്പിൽ ദൈവത്തോടുകൂടെ പങ്കാളികളാക്കാം. ദൈവത്തിന്റെ ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ ദൈവത്തോടുകൂടെ പങ്കാളികളാകുവാനായി നമുക്കും ഒരുങ്ങാം. അതെ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. നാമും ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി അതിന്റെ സൂക്ഷിപ്പുകാരായി ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റുന്നതിലൂടെ സൃഷ്ടിതാവായ ദൈവത്തെ സൃഷ്ടിയോടുകൂടെ ചേർന്ന് നമുക്കും മഹത്വപ്പെടുത്താം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം ഒരുമിച്ച് ഏറ്റുപറയാം. അപ്പോസ്തലീയ വിശ്വാസപ്രമാണം. സർവശക്തിയുള്ളതായി ആകാശവും ഭൂമിയും സൃഷ്ടിയായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിൽ ജനിച്ചു, സൂക്ഷിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നീട് ഇറങ്ങി സർവശക്തിയുള്ളതായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുടെയും മനുഷ്യരുടെയും ഞാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംഭവത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ പൂർണ്ണമാകണമേ. ഞങ്ങൾക്ക് ആഹാരം തരണമേ. ഞങ്ങളുടെ ക്ഷമിക്കുന്ന പോലെ ക്ഷമിക്കണമേ.
ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനെ വിടുവിക്കണം. രാജ്യശക്തി മഹത്വവും നീക്കുമല്ലോ. ആമേൻ. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവരായിട്ടും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ടും ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാൻ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. സർവശക്തനായ ദൈവമേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പന ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് വിവാഹ ദിവസവും പിറന്നാൾ ആഘോഷിക്കും ചെയ്യുന്നവരുടെ പേരുകൾ വായിക്കാം. ഈ ആഴ്ചയിലെ വിവാഹം സ്തോത്രം അർപ്പിക്കേണ്ട ഒരു വാർഷികം ആഘോഷിക്കുന്ന ബേബി തോമസ് ജെസ്സി ബേബി മഴുവഞ്ചേരി. ബേബി തോമസ് ജെസ്സി ബേബി മഴുവഞ്ചേരി. പിറന്നാൾ അനിത റേച്ചൽ ജോർജ് ഉടക്കൽ, ജെസ്സി എബ്രഹാം കുന്നത്തുശ്ശേരി, സാജൻ ജോൺ തോയി, മറിയമ്മ മലയാറ്റി, സാറാമ ജേക്കബ് പറമ്പിൽ, മോനിഷ മുളയ്ക്കൽ, മേരി ജോസഫ് നക്കോലപ്പാട്ട്, ജോൺ കുഞ്ഞുമോൻ പാലയ്ക്കൽ തടത്തിൽ, നിയ മൈക്കിൾ ഇല്ലിക്കൽ, റോസ പൈലി പുത്തൻപുരയിൽ, റേച്ചൽ ജോസ് നക്കോലപ്പാട്, രൂപ ജോ മുണ്ടശ്ശേരി എന്നിവരാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. ഈ പ്രിയ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥന. എൻ മനമേ വാഴ്ത്തുക, എന്റെ സർവ്വന്തരംഗിക വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. പിതാവേ, ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ആഴ്ചയിൽ കർത്താവേ, തങ്ങളുടെ വിവാഹ ദിവസങ്ങളുടെ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവി കുടുംബാംഗങ്ങളോർത്ത് മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ആവശ്യമുള്ള ദൈവത്തിന് നന്ദി പറയുന്നു. പ്രവേശിച്ച് പുതിയ ജീവിതം കർത്താവെ, പുതിയ വർഷം സംവത്സരം അനുഗ്രഹത്തിന്റെ സംവത്സരമാക്കി തീർക്കണമേ. കുടുംബമായി നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. മക്കളെ നീ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ജീവിതയാത്ര അനുഗ്രഹമാക്കി തീർക്കണമേ. സൗഖ്യ സമാധാനവും നിന്റെ മക്കൾക്ക് തരണമേ. കർത്താവെ, പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയ മക്കളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പേര് വായിച്ചു. അതല്ലാതെ പ്രിയ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയുസ്വന്ന ദൈവത്തിന് എന്നും നന്ദിയുള്ളവരായിരിക്കാൻ കൃപ ചെയ്യണമേ. അവിടെ പ്രായത്തിനും ആവശ്യത്തിനും ഒക്കെ ഉള്ള അനുഗ്രഹം അയക്കണമേ. നിന്റെ തിരുക്കരം നീട്ടി നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. രോഗികളെ, ദുഃഖിതരെ, ഭാരപ്പെടുന്നവരെ, പ്രയാസമെങ്കിൽ വിടുവിക്കണമേ. കർത്താവെ, പ്രിയ മക്കളുടെ ഹൃദയത്തിൽ ആഗ്രഹം അറിയുന്നു, അത് നിറവേറ്റി തരണമേ. ഭാവി നിന്റെ കരങ്ങളിലാണല്ലോ കർത്താവെ, അത് സുരക്ഷിതമാക്കണമേ. പ്രാർത്ഥിക്കത്തിലോ ബലിയിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിടുവിക്കുകയും രക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണം. കർത്താവ്, പ്രവേശിച്ചിരിക്കുന്ന പുതിയ സംവത്സരം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും വർഷമായിട്ട് കൃപ ചെയ്യണം. ഇപ്പോഴത്തെ രോഗബന്ധങ്ങളൊന്നും പ്രിയമക്കൾക്ക് വരാ എല്ലാവരെയും കാത്തു സൂക്ഷിക്കും. മഹത്വെടുക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. സർവ സൃഷ്ടികളും ഒന്നായെന്ന പാട്ടിന്റെ നമുക്ക് ശീലം പാടി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം
ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോടിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നാഗത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എന്നാഗത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. നാം സകല സ്തോത്രങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോട് കൈക്കൊള്ളുന്നു ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ഈ വഴിപാടിനെയും ഇത് സമർപ്പിക്കുന്ന നിന്റെ ജനങ്ങളിൽ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കുട്ടികളെ മടക്കാം. ഇത്രത്തോളം നമ്മൾ നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. ആയുസ് എന്ന ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യാം. പരിസ്ഥിതി ഞായറാഴ്ചയാണല്ലോ. സർവ്വസൃഷ്ടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സൃഷ്ടിയോടുകൂടെ ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ദൈവം ആയുസ്സുന്നതിനായി ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. മനുഷ്യനെല്ലാം ദൈവം എല്ലാം നന്നായി സൃഷ്ടിച്ചു. അതിനെ നമ്മുടെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ മനുഷ്യൻ അത് പാഴും ശൂന്യമാറ്റിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാവത്തെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കാടുകൾ കൊള്ളയടിക്കുന്നത് കൊണ്ട് മൃഗങ്ങൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നു. മനുഷ്യൻ ഭയത്തോടുകൂടെ ജീവിക്കേണ്ടി വരുന്നു. അത് നമ്മുടെ കുറവുകളെല്ലാം ദൈവം ഏറ്റു പറയാം. കർത്താവെ, പരിസ്ഥിതിയെ സ്നേഹിക്കുവാൻ, പ്രകൃതിയെ സ്നേഹിക്കുവാൻ നീ തന്ന സൃഷ്ടിയുടെ ഭാഗങ്ങളാണ് ഞങ്ങൾ. ആ സൃഷ്ടിയോട് ചേർന്ന് അത് സൂക്ഷിപ്പുകാരായി കാണപ്പെടും. ഞങ്ങളെ സഹായിക്കണം. സൃഷ്ടി നന്മയ്ക്ക് വേണ്ടി അവിടത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ തന്നെ പരമേൽപ്പിക്കാം. വ്യക്തികളായി, കുടുംബമായി, സമൂഹമായി, സഭയായി, ദേശമായി ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദേശത്തെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ മഹാരോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും നോക്കി ഓർത്ത് പ്രാർത്ഥിക്കാം. ഭരണാധികാരികളെ പ്രത്യേകം ഓർക്കാം. ഈ സമയങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ കൃപ ചെയ്യണമെന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി സ്തോത്രം. അത് എളിയ ജനങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ വാക്സിന് വേണ്ടി കാത്തിരിക്കുന്ന അനേക ലക്ഷങ്ങളുണ്ട്, കോടികളുണ്ട്. അത് തക്ക സമയത്ത് ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവരുടെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. അതെടുക്കുവാൻ ഭയപ്പെടുന്നവർ പലരുമുണ്ട്. അവരെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കോവിഡ്-19 മഹാരോഗത്താൽ ബാധിക്കപ്പെട്ട ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനേകർ ഇന്ന് ക്വാറന്റൈനിലിരിക്കുന്നു, പലരും ഐസിയുലായിരിക്കുന്നു, പലരും വെന്റിലേറ്ററിലിരിക്കുന്നു, പലരും പ്രാണവായുവിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറുപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. അനാഥരായി പോയ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തലമുറകൾ നഷ്ടപ്പെട്ടു പോയ അനേകരുണ്ട്. അവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നോക്കി പ്രാർത്ഥിക്കാം. ഈ മഹാരോഗത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഡോക്ടർമാരായി, നഴ്സുമാരായി,
അത് അവരോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ശുദ്ധീകരണ പ്രവർത്തകർ, ആംബുലൻസ് ഡ്രൈവർമാർ, പോലീസുകാർ, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, സന്നദ്ധ ഭടന്മാരായി അത് പഞ്ചായത്തിലും അതുപോലെ പല രീതിയിലും സഹായിക്കുന്ന അനേകം മക്കളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരെയും ദൈവമേ നീ വിടുവിക്കണം. ആർക്കും ഒരു ദോഷവും വരാതെ നീ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കാം. ടെസ്റ്റ് പോസിറ്റീവ് കുറഞ്ഞാൽ മാത്രമേ ലോക്ക്ഡൌൺ പിൻവലിക്കുള്ളൂ പറയുന്നു. കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആശ്വാസത്തിനായി ശ്രമിക്കുന്നു. ലോക്ക്ഡൌൺ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെ കരങ്ങൾ സമർപ്പിക്കാം. വിദേശത്തു നിന്ന് വന്നവർക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടിയും ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, പലരുടെ വിവാഹങ്ങൾ മുടങ്ങിയിരിക്കുകയാണ്. പലരുടെ കുടുംബത്തിലും പ്രശ്നങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഓൺലൈനിലൂടെ മക്കളുടെ പഠനം ആരംഭിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ തമ്മിൽ ടീനേജിന് കുഞ്ഞുങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഇതിനൊക്കെ അറുതി വരുത്തണം. സ്കൂളുകളും കോളേജുകളും തുറക്കണം, പ്രാർത്ഥന ആലയങ്ങൾ തുറക്കണം, ദേവാലയങ്ങൾ തുറക്കണം. ഒരുമിച്ചിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരെല്ലാവരും ദൈവഭയമുള്ളവരായി ദൈവത്തെ നോക്കണം. സകല കൃത്യങ്ങളും വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തങ്ങളുടെ കണ്ണുകളെ ഉയർത്തുവാൻ രൂപതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാവങ്ങളെയും ശാപങ്ങളെയും മാറ്റി വെക്കണം. ഞങ്ങളുടെ ദേശത്തെ നീ അനുഗ്രഹിക്കണം കർത്താവ്. ഈ ബാധ ഒഴിഞ്ഞു പോകുവാൻ രൂപതരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദൈവമക്കളെയും വിശ്വാസികളും ഓർക്കാം. ഓരോ സഭയിലെ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മഹാടവിലെ അധ്യക്ഷനെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഫ്രാൻസിസ് തിരുമേനി രോഗത്തിലായിരുന്നു. ദൈവം വിടുതൽ തന്നു. തിരുമേനി വീണ്ടും ആരോഗ്യ പ്രശ്നമുണ്ട്. തിരുമേനി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊച്ചമ്മ ആശുപത്രിയിലെ അമ്മയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ അവർ തുടർന്നുള്ള ശുശ്രൂഷയുമാണ്. ദൈവമേ, കുടുംബമായി നമുക്ക് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കാം. കെ ജി ഡാനിയൽ തിരുമേനി, കെ ജെ സാമുവൽ തിരുമേനി ട്രീറ്റ്മെന്റിലാണ്. പ്രാർത്ഥിക്കുന്ന അവരുടെ മക്കൾക്ക് അവർ കുടുംബമായി ദൈവകരങ്ങൾ. അനേക ദൈവമക്കളും കൊച്ചന്മാരും അനേക സഭയിലെ വിശ്വാസികളും ജോലികളായിരിക്കുന്നു, ബലഹീനരായിരിക്കുന്നു. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ അനേകർ കോവിഡിന് അടിമപ്പെട്ട് ട്രീറ്റ്മെന്റിലിരിക്കുന്നു. പലരുടെ ജീവൻ നഷ്ടപ്പെട്ടുപോയി. പലരും ഇപ്പോഴും പ്രാണവായുവിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു, ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാം ദൈവകരങ്ങൾ. അതോടുകൂടെ ന്യൂമോണിയ വന്നിരിക്കുന്നു, ഡെങ്കുപനി വരുന്നു, എലിപ്പനി വരുന്നു. ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ജനങ്ങളെ കാര്യപ്പെടുത്തുന്നു. ധാരാളമായ പല അന്തസ്സുകളും വന്നിരിക്കുന്നു. അതിനെല്ലാം ദൈവകർത്താവ് ഇതെല്ലാം മാറ്റി ഞങ്ങളുടെ ദേശത്തിന് വെടിപ്പാക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണം, ഞങ്ങളെ സൗഖ്യമാക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങളെല്ലാം ദൈവകരമുണ്ട്. നമ്മുടെ സഭയിലെ അനേക രോഗികളുണ്ട്. അവരെ പ്രത്യേകം ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കാം. കുന്നും സില്ലിക്കൽ ആ കുടുംബം അവരെ സമർപ്പിക്കാം. പോസിറ്റീവായിരിക്കുന്നു. ദൈവം പ്രിയമക്കനും വിടുതൽ കാര്യമായിട്ട് പ്രാർത്ഥിക്കും. നമ്മുടെ സെക്രട്ടറിയായിട്ട് ജോഷുവ ജോർജ് പ്രിയ മകനും ഭാര്യയും രോഗികളായിരിക്കുന്നു. അവരുടെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൈമൻ തൊഴിലാറ്റിൽ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കോവിഡ് പോസിറ്റീവായി ആശുപത്രിയിലായിരിക്കുന്നു. പൂർണ്ണവിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ഥിരമായി ട്രീറ്റ്മെന്റിലായിരിക്കുന്ന നമ്മുടെ പ്രിയ വത്സ ജയകൃപാന്തിയോ പ്രാർത്ഥിക്കാം. കർത്താവെ, ക്യാൻസർ ബാധിച്ചിരിക്കുന്ന പൂർണ്ണമായി വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളായ അനേകർ നമ്മുടെ പരിസരത്തുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കഴിഞ്ഞ നാളിൽ ക്യാൻസർ ബാധിച്ച് ജോസ് ഞങ്ങളുടെ പാട്ടി മരിച്ചുപോയി. ആ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ആ ഭാര്യയും മക്കളെയും ഓർക്കാം, കുടുംബങ്ങളെ ഓർക്കാം. ആശ്വാസം പ്രാർത്ഥിക്കാം. MI ജോൺസൺ സാറും ഡിസിഎമ്മയും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് കിഡ്നി സംബന്ധമായ രോഗത്തെ ബാധിക്കുന്നത് ഓർത്തിട്ടാണ്. അനേകം അങ്ങനെയുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അവരെല്ലാവരെയും ഓർത്തുകളൊക്കെ പ്രാർത്ഥിക്കും. ജാക്കബ് സാറിന്റെ അമ്മ ആശുപത്രിയിലായിരിക്കുന്നു. അവർ പൂർണ്ണ ആരോഗ്യത്തിന് ശ്രമിക്കുന്നു. മകന്റെ വേറുപാടിന് ദുഃഖത്തിലിരിക്കുന്ന മകളെ ദൈവം ആശ്വസിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. അഡ്വക്കേറ്റ് സാറാമയും സാറിന് ദൈവകാരങ്ങളിൽ സമർപ്പിക്കാം. കോവിഡ് ബാധിച്ച് മലങ്കര എസ്റ്റേറ്റിലെ പലരും രോഗികളായിരിക്കുന്നു. ചുറ്റിലും പലരും രോഗികളായിരിക്കുന്നു. അവരെല്ലാം ദൈവകാരങ്ങളിൽ സമർപ്പിക്കും. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവമേ അവരെല്ലാവരെയും വിടുവിക്കണമേ, ആശ്വസിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ വളർച്ച എല്ലാം അവർക്ക് പ്രാർത്ഥിക്കും. സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിധവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിവാഹപ്രായമുള്ള മക്കളെ കരഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ഗവൺമെന്റ് തരുന്ന വാക്തത്വങ്ങളൊക്കെ അനുഗ്രഹമായി തീരുക. അത് ജനങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം അന്നുള്ള അപ്പത്തിന് വേണ്ടി ആഗ്രഹിക്കും. ജോലി നഷ്ടപ്പെട്ടു പോയ, അതുപോലെ സാമ്പത്തികമായി ഞെരുക്കുന്നു. ചിലർക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷണമുണ്ട്, എന്നാൽ മറ്റു ചെലവുകൾക്ക് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും.
അനേക ദേവാലയങ്ങളിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കങ്ങൾ ദൈവമക്കൾ എല്ലാവരും അനുഭവിക്കുന്നു. ശുശ്രൂഷക്കാരും സഭാജനങ്ങളും അങ്ങനെ ഭാരപ്പെടുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർ കടം ഭാരത്താൽ പ്രയാസപ്പെടുന്നു, വിവിധമായ വേദനകൾ അനുഭവിക്കുന്നു. ആ പ്രിയ മക്കളെല്ലാം ദൈവക്കാരുടെ സമയം പുറത്ത് പറയുവാൻ പോലും കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. അവരുടെ വേദന ദൈവം സഭയുള്ള ഓരോ വ്യക്തികളിൽ നിന്നും സ്വദേശത്തായിരിക്കുന്നവരെയും വിദേശത്തായിരിക്കുന്നവരെയും ജീവിതമാർഗം തേടിപ്പോയ പ്രിയ മക്കളെ ദൈവം നീ കാത്തുകൊള്ളണമെന്ന് വിദേശത്ത് വന്നവർ മടങ്ങിപ്പോകുവാൻ ദൈവം വഴിയൊരുക്കണമെന്ന് കാണും. ജോലിക്കായി കാത്തിന് കൃപ തരണമെന്ന് കാണും. എല്ലാത്തിനും കൂടിയ നമ്മുടെ മാതാപിതാക്കളുടെ നിലനിൽപ്പിന് സൗഖ്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ കൈയുടെ അധ്വാനങ്ങളും ദൈവം അനുഗ്രഹിക്കണം. അന്ന് കൃഷിപ്പണി ചെയ്യുന്ന പശുവത്തിന് പല രീതിയിൽ ജീവിക്കുന്നവരുടെ ജീവിതമാർഗത്തെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പാടിക്കും. നമ്മുടെ സഭയിൽ കർത്തരക്ഷണ ഓർത്ത് പ്രാർത്ഥിക്കും. കമ്മിറ്റി അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സമാജനങ്ങളെല്ലാം ദൈവകരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാത്തിനും ഉപരിയാണ് ആർത്തികത്തിലും ബലഹീനരിക്കുന്ന അനേക അമ്മച്ചിമാരും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ ബലഹീന ദൈവം അറിയും. ഒന്ന് പുറം ലോകം കാണുക, ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ അടഞ്ഞെടുക്കുന്ന മക്കളെല്ലാം ദൈവത്തിന്റെ കരങ്ങൾ. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കണമെന്ന് നമ്മുടെ വിവിധ ആവശ്യങ്ങളെല്ലാം ദൈവം കരങ്ങൾ. ഷുഗറും പ്രഷറും ഈ ദിവസങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുക. മാരകമായ രോഗങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ പോലും പോകുവാൻ കഴിയാതെ കണ്ണീരോട് ഭവനങ്ങളിൽ ഭയപ്പെട്ട് കഴിയുന്ന പ്രിയ മക്കളെ രോഗികൾ ദുഃഖിതர்கள் ദൈവക്കാരങ്ങൾ. ദൈവം നമ്മുടെ രോഗിക്ക് വൈദ്യനാണ്. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന കർത്താവാണ്. കണ്ണുനീർ കാണുമ്പോൾ മാറിപ്പോക്കുന്നതല്ല, ആശ്വാസം നൽകുന്നതിനായ ദൈവത്തിന്റെ കരം. കണ്ണുനീരോട് ഭാരത്തോടുകൂടെ സകല ആവശ്യങ്ങളും സമർപ്പിച്ചു, നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബത്തിന്റെ സമൃദ്ധ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ അയൽക്കാരെയും സ്നേഹിതരെയും ബന്ധുക്കളെയും കുടുംബങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി നാം മുട്ടുമടക്കാം. യാചന കേൾപ്പാനവൻ ശക്തനാം. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിഞ്ഞിടും. നിശ്ചയം ഉത്തരം ലഭിച്ചിടുമേ. പ്രാർത്ഥനയ്ക്കായി നാം മുട്ടുമടക്കാം. യാചന കേൾപ്പാനവൻ ശക്തനാം. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിഞ്ഞിടും. നിശ്ചയം ഉത്തരം ലഭിച്ചിടുമേ. ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തപ്പെടുത്തുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളെ ഭാരങ്ങളിൽ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആയുസ്സും ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്നു. കർത്താവെ, സർവ്വസൃഷ്ടിയും നിന്റെതാണ്. ഞങ്ങളും സൃഷ്ടിയുടെ ഭാഗമാണ്. കർത്താവെ, സർവ്വസൃഷ്ടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണല്ലോ അന്ന് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിയുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ, ദൗത്യം നിറവേറ്റുവാൻ മനുഷ്യരായി ഞങ്ങളെ അവിടെ നിന്ന് നിന്റെ കരങ്ങളിലേക്ക് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കായി സൃഷ്ടിച്ചു കർത്താവ്. ആ നന്മയായിട്ട് കാണുവാൻ, അതിനെ നശിപ്പിക്കുന്നവരായിട്ടല്ല, അതിന്റെ സൂക്ഷിപ്പുകാരായിട്ട് ഞങ്ങൾ ആക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് അറിഞ്ഞ് അതിന് പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മനസ്സിൽ ഒരുക്കണമേ. ഞങ്ങൾ ജീവിക്കുന്ന പരിസരങ്ങളെ സൂക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ. അനേക രോഗങ്ങൾക്ക് കാരണം കർത്താവ് പരിസര വിശുദ്ധി ഇല്ലാത്തതുകൊണ്ടാണെന്ന് നാം അറിയുന്നു. അതെല്ലാം മാറ്റിയാണ്ടവരെ കർത്താവെ നല്ല പരിസരങ്ങൾ ഞങ്ങൾക്ക് തരണം, നല്ല കാലാവസ്ഥ ഞങ്ങൾക്ക് തരണം. കർത്താവ് കൊടുങ്കാറ്റുകളും അതുപോലത്തെ കർത്താവ് തിരമാലകളും അധികരിക്കുന്നു. കർത്താവെ, പേമാരി അധികരിക്കുന്നു. കർത്താവ് പലവിധമായ അജ്ഞാന രോഗങ്ങൾ ഞങ്ങളെ ബാധിക്കുന്നു. ഞങ്ങളെ വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാവരെയും കുടുംബമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, മക്കളെ, യുവതിവാക്കളെ, സ്കൂളിലും കോളേജിലും പഠിക്കുന്നവരെ ഓൺലൈനിലൂടെയാണ് ക്ലാസ്. കർത്താവ് തെറ്റിപ്പോകാതെ കാക്കണമേ. അവർക്ക് കോളേജുകൾ തുറക്കുവാൻ, സ്കൂളുകൾ തുറക്കുവാൻ കൃപ ചെയ്യണമേ. ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കഴിയാതെ ഭവനങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വീട്ടിൽ കൂടിയെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ നിന്റെ കരം നീട്ടണമെന്ന് കർത്താവ്. അവരെ നീ ആശ്വസിക്കും. അവർക്ക് സൗഖ്യവും സമാധാനവും ആരോഗ്യം തരണമേ. അവരുടെ തലമുറയെ നീ അനുഗ്രഹിക്കണമേ. മക്കളുടെ മേൽ കൊച്ചുമണ്ണിന് കരം കൂടിയിരിക്കണമേ. വാർദ്ധക്യത്തിലും വലിയ മക്കളെ നീ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പേര് പറഞ്ഞ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനേക കർത്താവ് കോവിഡ് രോഗികളായിട്ട് ഭവനങ്ങളിൽ ഇരിക്കുന്നു, ഹോസ്പിറ്റലായിരിക്കുന്നു, ഐസിയുലിരിക്കുന്നു, വെന്റിലേറ്ററിലായിരിക്കുന്നു, പ്രാണവായുവിന് വേണ്ടി കേഴുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആയുസ് നിന്റെ കരങ്ങളാണല്ലോ കർത്താവ്. നീ ഞങ്ങളുടെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും വഹിച്ചവനാണല്ലോ.
നിന്റെ മുറിവേറ്റ് കരങ്ങൾ നീട്ടി നിന്റെ മക്കളെ നീ വിടുവിക്കണം കർത്താവ്. മാരകമായ മറ്റു രോഗങ്ങൾക്ക് അടിയിൽപ്പെട്ട് ട്രീറ്റ്മെന്റായിരിക്കുന്ന അനേകം മക്കൾ ഞങ്ങളുടെ സഭയിലുണ്ട് കർത്താവ്, ഞങ്ങളുടെ സമൂഹത്തിലുണ്ട്, കുടുംബത്തിലുണ്ട് കർത്താവ്, വിദേശത്ത് സുരക്ഷിതമായിരിക്കുന്ന മക്കളിലുണ്ട് കർത്താവ്. പലവിധമായ ഭാരങ്ങളിലൂടെ ദുഃഖത്തിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു ഓരോ വ്യക്തികളെയോ കുടുംബങ്ങളെയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിടുതൽ തരണമേ. ഞങ്ങളുടെ മഹാനാധ്യക്ഷനെ നീ കാത്തുകളെന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ കർത്താവ്. പ്രിയ മകനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൊച്ചമേ നീ കാത്തുകൊള്ളണമേ. കുടുംബമായി നിന്നെ ശുശ്രൂഷിപ്പാൻ ഇനിയും ആയുസ് ആരോഗ്യം തരണമേ. എല്ലാ ദൈവമക്കളും എല്ലാ സഭാ വിശ്വാസികളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരും ലജ്ജിതരായി പോകാതെ കാത്തു സൂക്ഷിക്കണം കർത്താവ്. പ്രായമുള്ള നിങ്ങളുടെ അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ബലഹീനതയിൽ നീ ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെന്ന് കർത്താവ്. പെട്ടെന്ന് ഈ രോഗങ്ങൾ മാറിപ്പോവാൻ കൂടെ ചെയ്യണമെന്ന് കർത്താവ്. ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കുറഞ്ഞു വരുന്നു, അതിനായി സ്തുതിക്കുന്നു. പൂർണ്ണമായ വിടുതൽ തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗികളായിരിക്കുന്ന എല്ലാവരും സൗഖ്യം പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിടുതൽ പ്രാപിക്കട്ടെ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർ, ശരീരത്തിനും മനസ്സിനും വേദന അനുഭവിക്കുന്നവർ, നിരാശരായിരിക്കുന്നവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടെ കണ്ണുനീരെല്ലാം നീ തുറയ്ക്കണം കർത്താവ്. അടഞ്ഞു കിടക്കുന്ന വഴികളെല്ലാം നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പ്രാർത്ഥന നീ തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നീ കൃപ തരണമേ. നഷ്ടപ്പെട്ടുപോയ കൂട്ടായ ജീവിതം ഞങ്ങൾക്ക് തിരികെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കുറവുകളെയും ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ നീ ശക്തരാക്കണം കർത്താവ്. ഞങ്ങളുടെ വിവിധ സഭയുടെ ആവശ്യങ്ങള്, കുടുംബത്തിന്റെ ആവശ്യങ്ങള്, സമൂഹത്തിന്റെ ദേശീയ ആവശ്യങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. എല്ലാവരും ഇനി പേരിലൊരു ആശീർവദിക്കണമേ. ഇത് കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മക്കളെയും മറ്റൊരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നീ പ്രാർത്ഥന കൂട്ടായ്മ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന മക്കൾക്ക് നീ ആശ്വാസം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ നിന്റെ ഉള്ളം കൈ വഹിക്കണമെന്ന് നിന്റെ മുറിവേറ്റ കരങ്ങളാൽ കർത്താവെ ഞങ്ങളെ വിടുവിക്കണം. ഈ സൗഖ്യമാക്കണം. നിന്റെ ആടിപാടുകൾ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. നിന്റെ കരങ്ങളിലേക്ക് എല്ലാം സമർപ്പിക്കുന്നു. സകല ബുദ്ധിയും ദൈവസമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. നിന്റെ ഉള്ളം കൈ വഹിച്ചുകൊള്ളണം. ജീവിതയാത്രയിൽ പതറിപ്പോകാതെ കർത്താവ് കൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കും. സകലവും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുരാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിരിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിങ്ങളാകുന്നു. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സൂക്ഷിപ്പുക്കാവും എല്ലായ്പ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സർവശിഷത്തിൻ താതനെ വാഴ്ത്തുവിൻ ലോകരാഗവേ, വാഴ്ത്തുവിൻ സ്വർഗസേനയും, വാഴ്ത്തിൻ പിതാ പുത്രാത്മനെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടിയും നമുക്ക് സമാധാനത്തോടുകൂടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാവർക്കും നന്ദി സ്നേഹാദിക്കും. ദൈവം നമ്മളവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.